5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കള്ള വോട്ടിൻ്റെ കാണാപ്പുറങ്ങൾ. ഇന്നിപ്പോൾ ജി സുധാകരൻ അവർ പറഞ്ഞ ഒരു വാർത്ത, ബാലറ്റ് പേപ്പറിലെ തപാൽ വോട്ട് പൊട്ടിച്ച് നോക്കാനും തിരുത്താനും ഒക്കെ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു വാർത്ത കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ചില അനുഭവങ്ങൾ പറയാം. രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തുന്ന കാലഘട്ടത്തിൽ ബൂത്തിലും അതുപോലെ തന്നെ ഇലക്ഷൻ ഏജൻറ്റായും ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ നമ്മൾ പാർട്ടിക്കാർ ചിലരെ ചുമതലപ്പെടുത്തും. എല്ലാ പാർട്ടിയും ഏത് പാർട്ടിക്കാണോ ആ ബൂത്തിൽ നല്ല സ്വാധീനമുള്ളത് അവരായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ വാർഡ് എടുത്ത് പ്രത്യേകിച്ച് 10-25,000 വാർഡുകളുണ്ട്, 10-30,000 40,000 ബൂത്തുകൾ കാണും. അപ്പോൾ അത്രയും ബൂത്തുകൾ ഓരോ വാർഡിലും ചിലപ്പോൾ 2-3 ബൂത്തൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ ഒരുപാട് ബൂത്തുകൾ കാണും. അപ്പോൾ ഈ ബൂത്തുകളിൽ ഇരിക്കാൻ ബൂത്ത് ഏജൻറ്റുമാർ വേണം, ഏജൻറ്റുമാർ വേണം. അപ്പോൾ ഏജൻറ്റ് ലിസ്റ്റുമായിട്ടൊക്കെ ഓരോ പാർട്ടിക്കും, പണ്ടാണെങ്കിൽ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കേ കാണുള്ളൂ. അപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ കാണും. അപ്പോൾ അവർക്ക് ചെറിയ പൈസയൊക്കെ കൊടുത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ നിന്ന് ഇരിക്കാനുള്ള ആളുകളുടെ ഒപ്പൊക്കെ ഇട്ട് മേടിക്കും. അപ്പോൾ സ്ഥാനാർത്ഥി ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി റെപ്രസെൻറ്റേറ്റീവായിട്ട് ഏജൻറ്റായിട്ട് ഇരിക്കാം. അപ്പോൾ ചിലപ്പോൾ ഒരു പാർട്ടിക്ക് തന്നെ 2-3 ഏജൻറ്റുമാർ കാണും. ഒരാൾ ആ പാർട്ടിയുടെ ആയിരിക്കും, ബാക്കി 2 പേര് സ്വതന്ത്രന്മാരുടെ കെയർ ഓഫിൽ ഇരിക്കുന്നതായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ പാർട്ടിക്ക് വേണ്ടിയായിരിക്കും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ പണ്ടാണെങ്കിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വന്ന് LDF UDF ഇപ്പോൾ BJP കാണും. അപ്പോൾ ഒരിടത്ത് 3 പേരിരിക്കുകയാണെങ്കിൽ വിചാരിച്ചോണം പിന്നെ അത് 3 പാർട്ടിക്കാരുടേതാണ്. ഇനി ചിലയിടത്താണ് കൂടുതൽ ആളുകൾ കാണും. അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ ഈ റിട്ടേണിംഗ് ഓഫീസർമാരും ലെസൺ ഓഫീസർമാരും ഒക്കെ ഇതിനകത്ത് പോളിംഗ് ഓഫീസർമാരും ഒക്കെ കണ്ണടയ്ക്കും. ചിലയിടത്താണെങ്കിൽ പാർട്ടിക്കാരായിരിക്കും. അവർക്ക് വേണ്ടപ്പെട്ട പാർട്ടിക്കാർക്ക് വേണ്ടപ്പെട്ടവർ, ഏത് പാർട്ടിയാണ്, ഞാൻ എല്ലാ പാർട്ടിയും പറയാണ്, ഒരു പാർട്ടിയല്ല, പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും ഈ ഓഫീസർമാരായിട്ട് വരുന്നത്. അതൊക്കെ ഭരിക്കുന്ന പാർട്ടികൾ പലപ്പോഴും അങ്ങനെ സെലക്ട് ചെയ്യാറുണ്ട്. ഭരണത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആളുകളെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിരിക്കും. അപ്പോൾ ഈ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ആൾ വോട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അയാളുടെ പേര് വിളിച്ച് റിട്ടേണിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ ടിക്ക് ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന ഏജൻറ്റുമാർ 2 പാർട്ടിയിലെയോ അല്ലെങ്കിൽ 3 പാർട്ടിയിലെയോ എത്ര ഏജൻറ്റുമാരുണ്ട്, അവർ ഒബ്ജക്ഷൻ പറയാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ ഗോപാലകൃഷ്ണൻ എന്ന് 27 വയസ്സ് വട്ടവള വീടെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പിന്നെ അടുത്ത ആൾ പിന്നെ പറയണം ഇത് ഗോപാലകൃഷ്ണൻ അല്ല സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ പോളിംഗ് ഓഫീസർ പിന്നെ നിങ്ങൾ ആരാണ്, ID കാർഡായി. പിന്നെ വേറെ അന്ന് ഈ ID കാർഡും ഇല്ല, മുമ്പ് ഈ ആധാറും ഒന്നുമില്ല, ഇലക്ഷൻ കാർഡും കൊണ്ടാണ് വരുന്നത്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചുകൊണ്ടൊക്കെ വരുന്ന കാലമാണ്. അപ്പോൾ ആധാർ കാർഡും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഉടൻ തന്നെ ഗോപാലകൃഷ്ണൻ്റെ പേര് വിളിക്കുന്നു. അപ്പോൾ ഒരാൾ ഒബ്ജക്ഷൻ പറയുമ്പോൾ പിന്നെ ചോദിക്കുക ഗോപാലകൃഷ്ണൻ, അപ്പോൾ പോളിംഗ് ഓഫീസർ നിങ്ങളാരാ, നിങ്ങളെ വീട്ടിലുള്ള ബാക്കിയുള്ളവരുടെ പേര് പറയും. അപ്പോൾ അയാൾ പറയും എൻ്റെ ചേട്ടൻ്റെ പേര് ഇങ്ങനെ, അനിയൻ്റെ പേര്. ഈ പറയുന്ന ഗോപാലകൃഷ്ണൻ ചിലപ്പോൾ കള്ള വോട്ടറായിരിക്കും. പക്ഷേ ഗോപാലകൃഷ്ണനെ നേരത്തെ പാർട്ടി ഓഫീസിൻ്റെ ബാക്കിൽ കൊണ്ടുപോയി പഠിപ്പിച്ചിരിക്കും, കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരിക്കും. ഗോപാലകൃഷ്ണൻ, നിൻ്റെ പേര് ഗോപാലകൃഷ്ണൻ. അപ്പോൾ യഥാർത്ഥത്തിൽ അത് ദാമോദരനായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഗോപാലകൃഷ്ണൻ വോട്ടർ എന്ന് പറഞ്ഞാണ് കയറുന്നത്. ഗോപാലകൃഷ്ണൻ ഏജൊക്കെ കണ്ടാൽ ഒരുപോലെയുള്ള ഏകദേശം അടുത്തുള്ളവരെ വിടത്തുള്ളൂ. അപ്പോൾ ഗോപാലകൃഷ്ണൻ നിൻ്റെ പേര്, വയസ്സ് ചോദിച്ചാൽ നീ കറക്റ്റ് ഇത്ര പറയണം, വീട്ടിൽ പേര് ചോദിച്ചാൽ വട്ടവള വീടെന്ന് പറയണം. പിന്നെ നിൻ്റെ ചേച്ചിയുടെ പേര് ചോദിച്ചാൽ ചേച്ചി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗിരിജ എന്ന് പറയണം, അനിയത്തി ഉണ്ട്. ഇങ്ങനെ വീട്ടിലങ്ങ് പിന്നെ അയൽവക്കത്തെ വീട് പറയണം. നീ ഇപ്പോൾ എവിടെയായിരുന്നു, ഞാൻ കുറച്ച് കാലം ബോംബെയിലായിരുന്നു, അല്ലെങ്കിൽ മദ്രാസിലായിരുന്നു, അല്ലെങ്കിൽ ഗൾഫിലായിരുന്നു എന്നൊക്കെ പറയണം. അപ്പോൾ ഇത് അല്ലെങ്കിൽ മറ്റേ ഏജൻറ്റ് ആരാണോ, ഏത് ഏജൻറ്റാണോ തടസ്സം, അയാൾ നിനക്ക് അറിഞ്ഞുകൂടെ, നീ അപ്പുറത്തെ ഗോപാലൻ്റെ അണ്ണനല്ലേ, മോനല്ലേ, അല്ലെങ്കിൽ ചേട്ടനല്ലേ, നിനക്ക് എന്നെ അറിഞ്ഞുകൂടെ, നീ എത്ര നമ്മളെ ഇങ്ങനെ ഒരു ഫെമിലിയാരിറ്റി കാണിക്കണം അവിടെ. അപ്പോൾ പോളിംഗ് ഓഫീസർക്ക് തോന്നണം ഇയാൾ കറക്റ്റാണ്, ഏജൻറ്റുമാർക്കും തോന്നണം അത്. അപ്പോൾ ഏജൻറ്റ് സംശയമായി, ഇതാര്, ശരിയാണല്ലോ, ഇത് മറ്റവൻ തന്നെ, അനിയനാണോ ചേട്ടനാണ്. അപ്പോൾ ചില വീടുകളിലാണെങ്കിൽ സഹോദരങ്ങളൊക്കെ ഒരുപോലെ ഇരിക്കും, ഇത് അനിയനാണോ ചേട്ടനാണോ, ആ കൺഫ്യൂഷൻ. അപ്പോൾ ഏജൻറ്റ് മിണ്ടാതിരിക്കും, അയാളുടെ ആ കഴിവ് കേട് അല്ലെങ്കിൽ അയാളുടെ വിവരമില്ലായ്മ വെളിയിൽ പറയേണ്ടെന്ന് വിചാരിച്ച അയാൾ മിണ്ടാതിരിക്കും, വോട്ട് ചെയ്ത് പോകും. ഒരു നാരായണപിള്ള സ്ഥിരമായിട്ട് ആ നാരായണപിള്ളയുടെ വോട്ട് മറ്റൊരു നാരായണപിള്ള ചെയ്തിട്ടുണ്ട്. അങ്ങനെ എത്രയോ പേരുകളുടെ വോട്ടുകൾ മറ്റൊരാൾ ചെയ്യും. പിന്നെ അഴിച്ചുകൾ. അപ്പോൾ ഇതിനൊരു ധൈര്യം വേണം. ഒരാൾ 5-6 വോട്ട് ചെയ്യണമെങ്കിൽ അയാൾക്കൊരു ധൈര്യം വേണം. അപ്പോൾ എല്ലാ പാർട്ടികളും ഇങ്ങനെ കുറച്ച് പേരെ അങ്ങ് സെലക്ട് ചെയ്ത് നല്ല ട്രെയിനിങ് കൊടുക്കും, നല്ല മെയ്വഴക്കമായിരിക്കും, നല്ല തടിയൊക്കെ ഉള്ള നല്ല ട്രെയിനിങ് കൊടുക്കും. ട്രെയിനിങ് കൊടുത്തതിന് ശേഷം അവർക്ക് ബൈക്കൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ കാറിൽ പല സ്ഥലങ്ങളിലായി ബൂത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവർ ഒരു ഉച്ച കഴിയുമ്പോഴാണ് കൂടുതലും ഇത് കയറുന്നത്. ഒരു ഉച്ചയെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആളൊക്കെ തിരക്കൊഴിയുമ്പോൾ ഇവർ വന്നിട്ട് ഇങ്ങനെ പല പേരുകളിലായിട്ട് വന്നിട്ട് വോട്ട് ചെയ്യും. ഇതിനകത്ത് ഇപ്പം നടക്കുന്ന കൃത്രിമത്വം എന്താണെന്ന് വെച്ചാൽ ഈ ആധാറിലും ചില കൃത്രിമത്വമൊക്കെ കാണിക്കാറുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പേരിൽ കൃത്രിമത്വം കാണിക്കാറുണ്ട്. അങ്ങനെ പിന്നെ ഗൾഫിലിരിക്കുകയാണ്, ഇന്നലെ വന്നിരുന്നു, ബോംബെയിലായിരുന്നു, മിനിയാന്ന് വന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറേ നമ്പറുകൾ ഇറക്കി കള്ള വോട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പിന്നൊരു പരിപാടിയാണ് ഇവർ പോവും, ആളുകളെ തല്ലുണ്ടാക്കും. രാവിലെ സ്വന്തം പാർട്ടിക്കാർ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് A or B or C പാർട്ടിക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് അവരുടെ വോട്ടർമാരെ രാവിലെ വന്ന് വോട്ട് ചെയ്യാൻ അവർ പറയും വീടുകളിൽ പോയി. അപ്പോൾ അവരാണും പെണ്ണും എല്ലാം വോട്ട് ചെയ്ത് ലിസ്റ്റ് എടുക്കാൻ അറിയാൻ പറ്റുമല്ലോ, ലിസ്റ്റ് എടുക്കുമ്പോൾ അറിയാൻ പറ്റും.
അപ്പോൾ ഒരു 40% വോട്ട് ചെയ്താലും 30% നമ്മളെ ആളുകളാണെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്ത് കളയും. ഓടി ചെറിയൊരു തല്ലും ബഹളമൊക്കെ ബൂത്തിൻ്റെ വെളിയിൽ ഉണ്ടാക്കും. എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞിട്ട് തല്ലടിയൊക്കെ ഉണ്ടാക്കി പോലീസ് വന്ന് ബഹളമായി വാർത്തകൾ അങ്ങ് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ഇവർ തന്നെ വാർത്ത പറയും, ഇതാ അവിടെ തല്ലാണ്, അങ്ങോട്ട് പോകരുത്. അപ്പോൾ സ്ത്രീകളും പിന്നെ പുരുഷന്മാരിൽ തന്നെ സജീവ രാഷ്ട്രീയമില്ലാത്തവരും പോകത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വോട്ട് എന്ത് ചെയ്യും? പോളിംഗ് ഓഫീസറുടെയും പിന്നെ ബാലറ്റ് ഓഫീസറുടെയും അല്ലെങ്കിൽ റിട്ടേണിംഗ് ഓഫീസറുടെ സഹായത്താൽ ഇടിക്കും. അപ്പോൾ അങ്ങനെയും വരുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ വോട്ടിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. കള്ളവോട്ട് വ്യാപകമായി പല സ്ഥലങ്ങളിലും നടക്കാറുണ്ട്. ബൂത്ത് പിടുത്തവും മറ്റു കാര്യങ്ങളൊക്കെ വേറെയാണ്. കള്ള വോട്ടിങ്ങിന് നടക്കാറുണ്ട്. അപ്പോൾ കള്ളവോട്ട് നടക്കുന്നതിൻ്റെ ഒരു രീതിശാസ്ത്രം ഇതാണ്. ഇത് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും കൂടി പറയുന്നതാണ്. ഞാൻ കള്ളവോട്ടം ചെയ്തിട്ടില്ല, പക്ഷേ ഞാനിത് കണ്ടിട്ടുണ്ട്, ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്, ചെയ്യിക്കുന്ന രീതിയും ഞാൻ കണ്ടിട്ടുണ്ട്.